എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൊട്ടറ്റോയും വെച്ചുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ പൊട്ടറ്റോയും വെച്ച് നമുക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മുടെ മസാല ദോശ ഉണ്ടല്ലോ. അപ്പോൾ മസാല ദോശയുടെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോ ഒന്ന് കഴുകി അതൊന്ന് 2-3 വിസിൽ വിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി അതൊന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാനില്ല കേട്ടോ. ഇതിവിടെ നമ്മുടെ പായസപ്പരിപ്പുണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടുകടല എന്ന് പറയും, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഒരു കുറച്ച് ജീരകം, ഒത്തിരി ജീരകം ഇടല്ല, ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ആട്ടോ, അത്രയും മതി. ഒരു ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സവാളയും പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്, അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ കേട്ടോ, നീളത്തിലിട്ട് കണ്ടിച്ച് അങ്ങനെയല്ല, ജസ്റ്റ് വട്ടത്തിൽ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മിച്ചം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് പൊടികളായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സായി നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയെല്ലാം ഒന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അങ്ങനെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്ന ശേഷം അതിലേക്ക് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് 2 വേണേൽ ഇടുന്നവരുണ്ട്, ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതോടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ എല്ലായിടത്തും ഈ മസാല എത്തത്തക്ക വിധത്തിൽ കുറച്ച് നേരം നിന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി പിന്നെ ഇനി അവിടെ ഇതൊരു 2 മിനിറ്റ് വച്ചേക്കണം കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് അതൊന്ന് പൊട്ടറ്റോയിലേക്ക് ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് റെഡിയായി വരണം. അപ്പോൾ അത്രയും നേരം കൂടെ ഒന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് വരും. അപ്പോഴത്തേക്ക് ഒരു ദോശയുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ദോശ ചുട്ട് കൊടുത്ത് നല്ല വട്ടത്തിൽ ചുട്ടോ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് സ്പ്രെഡാക്കി വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ചിലർ സൈഡിൽ ഇങ്ങനെ മുളക് പൊടി അത് കുറച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ എണ്ണയിൽ കലക്കി അതുകൂടെ ഇങ്ങനെ പേസ്റ്റ് പോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കുന്നില്ല, ഇത് മാത്രമേ ഒന്ന് സ്പ്രെഡ് ആക്കുന്നുള്ളൂ. അങ്ങനെ അതോടെ ഒരു 2 മിനിറ്റ് വെച്ച് ഒന്നും കൂടെ അവിടെ ഇരുന്നൊന്ന് ചൂടാവണം മസാല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതൊന്ന് നല്ലപോലെ ഒന്ന് ഓൾറെഡി ദോശ ചൂടുന്ന പോലെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ദോശ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ഈ മസാല ചേർത്ത് കൊടുത്തത്. അതിന് എക്സ്ട്രാ എണ്ണയൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ദോശ ഒന്ന് സൈഡ് ചേർത്തൊന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കുക. മടക്കി അതിനൊന്ന് കവർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്യാവശ്യം ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മസാല ദോശ റെഡിയാണ്. അപ്പോൾ ഞാനിത് സ്കൂളിലും കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദോശ വേറെ ആക്കും, മസാല വേറെ. കടയിൽ പോയി മസാല ദോശ കഴിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ധൈര്യപൂർവ്വം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.